ഇക്കഴിഞ്ഞ 2026 ജനുവരിയിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു നിർണായക വിധിയെപ്പറ്റി നിങ്ങൾ അറിഞ്ഞോ? The Supreme Court has delivered a landmark judgment on pan-India implementation of the centre's menstrual hygiene policy for school-going girls. A bench of Justices J.B. Pardiwala and R. Mahadevan held that menstrual health lies at the intersection of dignity, privacy, equality and the right to education. അതെ, മെൻസ്ട്രൽ ഹെൽത്ത് ഓഫ് വുമൺ ഇനി ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതായത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നമ്പർ 21 കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇനി മുതൽ മെൻസ്ട്രൽ ഹെൽത്ത് എന്നത് ചാരിറ്റിക്കുമല്ല സജഷനുമല്ല, ഇതൊരു ലോ ആണ്. പീരിയഡ്സ് കാരണം പെൺകുട്ടികൾക്ക് സ്കൂൾ അല്ലെങ്കിൽ എക്സാംസ് പോകുന്നത് ഇനി തടസ്സമാകില്ല. മെൻസ്ട്രൽ ഹെൽത്ത് സ്വാഭാവികവും സാധാരണവും, പക്ഷേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇത് സംസാരിക്കാൻ മടിക്കുന്ന വിഷയമാണ്. ഇതിന്റെ ഫലമോ പെൺകുട്ടികൾ സ്കൂൾ എക്സാംസ് ഇതെല്ലാം മിസ് ചെയ്യുന്നു. ഇതിന് കാരണം പാഡ്സ് ഇല്ല, ടോയ്ലറ്റ് ഇല്ല, പ്രൈവസി അവയർനെസ് വളരെ കുറവാണ്. ചിന്തിക്കൂ, പീരിയഡ് പോലെ സ്വാഭാവികമായ പ്രക്രിയ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിലും ഫ്യൂച്ചറിലും എത്രമാത്രം എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന്. പല വീടുകളിലും പീരിയഡ്സ് വന്നാൽ അടുക്കളയിൽ കയറരുത്, പൂജാമുറിയിൽ പോകരുത്, ചില ഭക്ഷണം തുടരുത്. ഇത് സയൻസ് അല്ല, സ്റ്റിഗ്മ, ഫിയർ, സൈലൻസ് ആണ്. സുപ്രീം കോടതിയുടെ ഈ ഒരു റൂളിംഗിലൂടെ എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് നോക്കാം. നമ്പർ 1, പാഡ്സ് നൽകുന്നത് ചാരിറ്റി അല്ല, അത് റൈറ്റ് ആണ്. നമ്പർ 2, എല്ലാ സ്കൂളിലും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ്, ക്ലീൻ വാട്ടർ, ഹൈജീൻ ഫെസിലിറ്റീസ് വേണം. ഡിസബിലിറ്റി ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ് നിർബന്ധമാണ്. ഇത് സജഷൻ അല്ല, ഇതൊരു ഓർഡർ ആണ്, ലോ ആണ്. സർക്കാർ എൻഫോഴ്സ്മെന്റ് ഉറപ്പാക്കണം. പീരിയഡ്സ് ഇനി ഗേൾസ് സ്കൂൾ എക്സാംസ് പോകുന്നതിൽ തടസ്സമാകരുത്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ കാര്യം? മെൻസ്ട്രൽ ഹെൽത്ത് ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് വരാം. സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാകാം, കോൺഫിഡൻസ് ലോസ് ഉണ്ടാകാം, മെന്റൽ സ്ട്രെസ് ഉണ്ടാകാം. മെൻസ്ട്രൽ ഹെൽത്ത് ലഭിച്ചാലോ ഗേൾസ് ഭയമില്ലാതെ സ്കൂളിൽ പോകും, എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ആകും, സൊസൈറ്റി സ്ട്രോങ് ആകും. ഇത് പെൺകുട്ടികൾക്കുള്ള വിഷയം മാത്രമല്ല, നമ്മുടെ മൊത്തം സൊസൈറ്റിയും ഡയറക്റ്റായിട്ട് അഫക്ട് ചെയ്യുന്ന ഒന്നാണ്. മെൻസ്ട്രൽ ഹെൽത്ത് ലക്ഷറി അല്ല, സുപ്രീം കോടതി പറഞ്ഞത് ഒന്ന് മാത്രം. ഇത് ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ്. ഇത് ശരിക്കും നമ്മുടെ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.